അവിടുന്ന് മറ്റേ എൻ്റെ അമ്മയുടെ വീട് എരഞ്ഞി. അപ്പൻ്റെ വീടോ? അപ്പൻ്റെ വീട് കാഞ്ഞിരത്താണ്. ആനെ കാഞ്ഞിരത്താനത്ത് നിന്ന് കല്യാണം കഴിച്ച് എരഞ്ഞിയിൽ വന്ന് അമ്മ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു, എൻ്റെ വല്യപ്പന് മകളായിട്ട്. ഒരു മോളുള്ളായിരുന്നു? ഒരു മകളെ ഉണ്ടാകുന്നുണ്ട്. ആ മകളെ കല്യാണം കഴിച്ച് അവിടെ താമസിച്ചു. ആ മകളുടെ സ്വത്തുക്കളും അനുഭവിച്ചിട്ട് 4 ഏക്കർ കരഭൂമിയും 2 ഏക്കർ മുണ്ടക്കൊണ്ടും ഉണ്ടായിരുന്നു. 3 ഏക്കർ കരനായകി ഉണ്ടായിരുന്നു. പറമ്പിൽ നല്ല ദേഹെണ്ണം, അതായത് 2 കണ്ടി കുരുമുളക്, 1.5 കണ്ടി മറ്റേ കാപ്പിക്കുരു, തേങ്ങ, അടയ്ക്ക, എല്ലാ ദേഹെണ്ണങ്ങളും ഉള്ള പറമ്പായിരുന്നു. അവിടെ താമസിക്കുന്ന കാലത്താണ് നമ്മുടെ ബെല്ല് കാണുന്നവർ അറിവാകുന്നത്. അറിവായി കഴിഞ്ഞ് പുള്ളിയുടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പം മുഴുവനങ്ങളും ഓരോന്നോരോന്നോരോന്നങ്ങ് മരിക്കാൻ തുടങ്ങി. എൻ്റെ വല്യപ്പന് 84-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. വല്യപ്പൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ അമ്മ വീട്ടിൻ്റെ ചരിത്രമാണ് പറയാൻ പോണത്. തോമാശ്ലീഹായുടെ സുവിശേഷങ്ങളിൽ ആകൃഷ്ടനായി കള്ളികാളികാവ് ശങ്കരപിരി പകരമറ്റും നിന്ന് നമ്പൂതിരി കുടുംബങ്ങളിലെ നമ്പൂരി കുടുംബങ്ങളിലോ ചിലർ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചുവെന്നും അവരുടെ പിൻഗാമികൾ പിൽക്കാലത്ത് നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് മാറി താമസിച്ചു എന്നും പറയപ്പെടുന്നു. ഇതിന് ശങ്കരപുരി മലയ്ക്കൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച ആളുകളുടെ പിൻഗാമികളിൽ ഒരാൾ പള്ളിപ്പുറത്ത് താമസിച്ചിരുന്നു. എണ്ണ വ്യാപാരം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. ഒരുപറ്റം സേവകരെ കൊണ്ട് തോൽക്കുടങ്ങളിൽ എണ്ണയാൻ ചുമപ്പിച്ച് പള്ളിപ്പുറം മുതൽ പാണ്ടിനാട് വരെ കാൽനടയായി നടന്ന് അദ്ദേഹം എണ്ണ വിൽപ്പന നടത്തിയിരുന്നു. ഈ കച്ചവടക്കാർ പലപ്പോഴും യാത്ര ചെയ്തിരുന്നത് മോനിപ്പള്ളി വഴിയായിരുന്നു. അക്കാലത്ത് 400 ക്ഷേത്രങ്ങളും കാവുകളും അധീനതയിലുള്ള കരപ്രമാണി നാടുവാഴിയായി അംഗീകരിക്കപ്പെട്ടിരുന്നു. കരിങ്ങനപ്പള്ളി സ്വരൂപമെന്ന നാട്ടുപ്രമാണിയുടെ അധീനതയിൽ 401 കുറവ് കാവുകൾ ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രങ്ങളിലേക്ക് എണ്ണ നൽകിയിരുന്നത് പള്ളിപ്പുറത്ത് നിന്ന് വരാറുള്ള ഈ കാരണവര ആയിരുന്നു. അക്കാലത്ത് ക്ഷേത്രങ്ങളിൽ എണ്ണ പൊടി കർമ്മം എന്നൊരു ചടങ്ങ് നിലവിൽ ഉണ്ടായിരുന്നു. ഈ കർമ്മം മാപ്പിളമാർ വഹിച്ചാൽ ശുദ്ധിയാകുമെന്ന് ആയിരുന്നു വിശ്വാസം. മോനിപ്പള്ളി ക്ഷേത്രത്തിലെ എണ്ണ തൊടിൽ കർമ്മം കരിങ്ങനപ്പള്ളി സ്വരൂപം ഈ പള്ളിപ്പുറത്തുകാരൻ കാരണവരുടെ ഒരു പിൻഗാമിയെ മോനിപ്പള്ളി ക്ഷേത്രത്തിനടുത്ത് കൊണ്ടുവന്ന് താമസിക്കുകയും അദ്ദേഹത്തിന് പ്രതിഫലമായി പ്രത്യേക പദവിയും അവകാശ അധികാരങ്ങളും താൻ നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പിന്നെ പുസ്തകത്തിലേ ഉള്ളൂ. ഇതാണ് ഇത്രയും എഴുതിയെടുത്തത്. മറ്റേ പുസ്തകത്തിൻ്റെ പിന്നെ അപ്പൻ്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാൽ
സായിത്താഴ കുടുംബം ആമുഖം. പുരാതനമായ സായിത്താഴ കുടുംബത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ലഭ്യമായ രേഖ 1930 നവംബർ 2 നടത്തിയ സായിത്താഴ കുടുംബത്തിൻ്റെ റിപ്പോർട്ടാണ്. അതിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു: മാഞ്ഞൂർ ദേശത്ത് മൂലക്കാട്ട് കൈമൾ ഇടപ്രഭുവായി വാണിരുന്ന കാലത്ത് അവരുടെ ഭവനത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ തീണ്ടി അശുദ്ധമാകുന്ന പക്ഷം അവയെ നസ്രാണി മാപ്പിള തൊട്ട് ശുദ്ധമാക്കണമെന്നുള്ള ഹിന്ദുക്കളുടെ പൂർവികമായ നടപടി അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് കാളികാവ് കരയിൽ സായിത്താഴ കുടുംബത്തിൽ നിന്നും ബ്രാഹ്മണ വംശത്തിൽപ്പെട്ട അവിര എബ്രാഹം എന്നു പേരുള്ള നമ്മുടെ പൂർവ്വപിതാവിനെ ഈ നാട്ടിൽ കൊണ്ടുവരികയും മൂലക്കാട്ട് മഠത്തിന് കിഴക്കുവശം പുരയിടത്ത് പ്രാർത്ഥിക്കുകയും ആ പുരയിടത്തിന് സായിത്താഴം പുരയിടമെന്ന് നാമകരണം ചെയ്യുകയും മേൽപ്പടി അവിരായുടെ സന്തതി പരമ്പരകളായ നാം എല്ലാവരും സായിത്താഴ കുടുംബക്കാർ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. മേൽപ്പടി അവിരായിക്ക് മാത്തൻ എന്ന ഒരു മകനും ആ മാത്തന് അവിര, തൊമ്മൻ, ഉടകന്നൻ എന്നീ 3 മക്കളിൽ അവിര പുല്ലാട്ടും തൊമ്മൻ നീണ്ടിശ്ശേരിയിലും ഉടകന്നൻ കളരിക്കലും പാർത്തിരുന്നത് കൊണ്ട് സായിത്താഴ കുടുംബക്കാരായ നാം എല്ലാവരും മേൽപ്പടി 3 ശാഖകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുമാകുന്നു. കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും കൂട്ടായ്മ നിലനിർത്തുന്നതിനും വേണ്ടി സായിത്താഴ കുടുംബത്തിലെ പൂർവികന്മാർ 1930 സായിത്താഴ കുടുംബയോഗം ആരംഭിക്കുകയും അതിൻ്റെ പ്രവർത്തനം നിലച്ചുപോയി. പ്രസ്തുത കുടുംബയോഗം പുനർജീവിപ്പിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയ്ക്കും നന്മയ്ക്കും ആവശ്യമാണെന്നും ബോധ്യമായതിനാൽ 2001 സെപ്റ്റംബർ 9 കുടുംബാംഗമായ ഫാദർ ജെയിംസ് നീണ്ടിശ്ശേരിയുടെ അധ്യക്ഷതയിൽ കുടുംബനാഥന്മാരുടെ ഒരു യോഗം ചേരുകയും ബാഹ്യ പരിപാടികൾ തീരുമാനിക്കുകയും ചെയ്തു. അതനുസരിച്ച് 2001 ഡിസംബർ 30 മണ്ണാർപ്പാറ സെൻറ്റ് സേവിയേഴ്സ് പാരിഷ് ഹാളിൽ വച്ച് സായിത്താഴ കുടുംബയോഗത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. ഇന്ന് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട 180ഓളം വീടുകൾ പ്രധാനമായും കോട്ടയം ജില്ല മാഞ്ഞൂർ ദേശത്ത് മാൻമട്ടം, മണ്ണാർപ്പാറ, കാഞ്ഞിരത്താനം എന്നീ ഇടവകകളിൽ പെട്ടും കൂടാതെ കേരളത്തിലെ വിവിധ ജില്ലകളിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമായി വഹിക്കുന്നു. നിയമാവലി: ഈ കുടുംബത്തിൻ്റെ പേര് സായിത്താഴ കുടുംബയോഗം എന്നായിരിക്കുന്നു. കുടുംബശേഖരങ്ങൾ: പുല്ലാട്ട്, നീണ്ടിശ്ശേരിയിൽ കളരിക്കൽ. ലക്ഷ്യങ്ങൾ: ദൈവസ്നേഹത്തിലും പരസ്പര സ്നേഹത്തിലും അധിഷ്ഠിതമായ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ കുടുംബാംഗങ്ങളെ പ്രേരിപ്പിക്കുക. അതത്ര അങ്ങനെ കേൾക്കട്ടെ. വഴുതനപ്പള്ളി, പുല്ലാട്ടിക്കുളങ്ങര, ചെമ്മാമ്പള്ളി, വള്ളിപ്പറമ്പിൽ, വെണ്ണാരത്തിൽ, മാടപ്പള്ളി, പള്ളിപ്പുറത്ത്, കുന്നേൽ, നീണ്ടിശ്ശേരി, ചക്കുംകുഴിയിൽ, കുരുപ്പത്തളം, കളയിക്കൽ, വെളിഞ്ഞാരി, മാൻമട്ടം യൂണിറ്റ് കുടുംബങ്ങൾ, നീണ്ടിശ്ശേരി, തേക്കുംകാല, ചാമക്കാല, വെടിഞ്ഞാരി, കളരിക്കൽ, കുരുപ്പത്തളം, കാഞ്ഞിരത്താനം യൂണിറ്റ് കുടുംബങ്ങൾ, വലിയ പറമ്പിൽ, നമ്മുടെ കുടുംബം, വലിയ പറമ്പിൽ, മറ്റേ വി ജെ തോമസ്, മാഞ്ഞൂർ പിവോ, പട്ടുകുളം, നേതിരപ്പറമ്പിൽ, നേതിരപ്പറമ്പിൽ, കുന്നലത്തിൽ, വടക്കുപളയിൽ, പാപ്പനശ്ശേരി, പഴയ പുരക്കൽ,
പടിഞ്ഞാറ് വെട്ടിക്കാട് വെട്ടന്തളത്തിൽ വെട്ടന്തളത്തിലെ പേര് തങ്കച്ചൻ തോമസ് കാഞ്ഞിരത്താനം ഇത് നമ്മുടെ പേരാണിത്. പത്രോസ് ജോൺ US, പത്രോസ് കുര്യൻ, പത്രോസ് ടോബി നമ്മുടെ മക്കളുടെ പേരാണ്. ബുക്ക് കാണിച്ചേ, ബുക്ക് കാണിച്ചേ. തിരിക്ക്, ബുക്ക് തിരിക്ക്. പേരെന്തിയ, എവിടാ പേര്? 7:45. പൊമ്മൻ ഹൗസ് വീട്ടിൽ നടന്നത് ചാണ്ടിച്ചാറിൻ്റെ പേരാണ്. എന്നാ ഇപ്പൊ ഞങ്ങൾ വീട്ടോട്ടൊന്ന് വിളിക്കും. ജോസഫ് കോഴിക്കോട്. പ്രാർത്ഥിച്ചോണ്ടിരിക്കുവാന്നോ? അങ്ങനെ 10 കഴിഞ്ഞിട്ട് മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഓക്കെ. പിന്നെ അതാണ് പറയാൻ. പിന്നെ എൻ്റെ ഔസേപ്പ് പത്രോസ് വെള്ളിക്കാവുകൾ കോഴഞ്ചേരി. ജെയ്സൺ ജോസഫ് US, ഷാക്കി ജോസഫ് US, പത്രോസ് ജോൺ US, പത്രോസ് പിന്നെ പത്രോസ് കുര്യൻ, പത്രോസ് ടോണി. ഇത്രയും മക്കൾ. ലാസ്റ്റ് കോഴിക്കോട് 20 രൂപ 99 പൈസ. സംസാരിക്കും.